കാനഡയിലെ ആൽബർട്ടയിൽ സ്ഥിതി ചെയ്തിരുന്ന 121 വർഷം പഴക്കമുള്ള ക്രൈസ്തവ ദേവാലയം അക്രമികൾ തീയിട്ട് നശിപ്പിച്ചു. വിശുദ്ധ ബെർണാഡിന്റെ നാമധേയത്തിലുള്ള കത്തോലിക്ക ദേവാലയമാണ് അഗ്നിക്കിരയായത്. പുനരുദ്ധാരണം സാധ്യമല്ലാത്ത വിധം ദേവാലയം അഗ്നിക്കിരയായെന്ന് ഗ്രൗഡ് മെക്ലെനൻ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ജെറാർഡ് പെറ്റിപ്പാസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. മെയ് 22-നായിരുന്നു സംഭവം. ആൽബർട്ടയിലെ അനേകം ക്രൈസ്തവരുടെ ജീവിതത്തിലെ സുപ്രധാനങ്ങളായ വിശുദ്ധ കുർബാനയർപ്പണം, മാമോദീസ, സ്ഥൈര്യലേപനം, കുമ്പസാരം, മൃതസംസ്കാരം തുടങ്ങിയവയ്ക്ക് സാക്ഷ്യം വഹിച്ച പുരാതന ദേവാലയമാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഒരിക്കലും ആ പഴമ നിലനിർത്തി പുനരുദ്ധാരണം ചെയ്യുക സാധ്യമല്ലാത്ത വിധം ദേവാലയം നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവജനത്തിന്റെ നല്ല ഓർമ്മകൾക്ക് സാക്ഷ്യം വഹിച്ച ദേവാലയ ചുവരുകൾ ഇന്ന് കൽക്കൂമ്പാരമായി മാറിയിരിക്കുന്നു. ഇത് ആൽബർട്ടയെ മാത്രമല്ല, കാനഡയെ മുഴുവൻ ദുഃഖത്തിൽ ആഴ്ത്തിയതായി അതിരൂപതാധ്യക്ഷൻ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. കാരണം പ്രസ്തുത ദേവാലയത്തിന് കാനഡയിലെ ക്രൈസ്തവരുടെ വിശ്വാസ രൂപീകരണത്തിനും വളർച്ചയ്ക്കും സുപ്രധാനമായ പങ്ക് വഹിച്ചിരുന്നു. രൂപതയുടെ ആദ്യത്തെ കത്തീഡ്രൽ കൂടിയാണ് ഈ ദേവാലയം. പിന്നീട് 1942-ൽ വികാരിയത്ത് മക്ലെനയിലേക്ക് മാറ്റിയപ്പോൾ 1945-ൽ ലെസ്സർ സ്ലേവ് ലേക്ക് പോസ്റ്റിൽ പുതിയ ദേവാലയം പണിയുകയായിരുന്നു. കൂടാതെ ദേവാലയത്തിലെ മ്യൂറൽ ചിത്രകലയും അൾത്താരയുമെല്ലാം ചരിത്രപരമായി വളരെ പ്രാധാന്യം അർഹിക്കുന്നവ ആയിരുന്നെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി. സംഭവത്തെ തുടർന്ന് റോയൽ കനേഡിയൻ മൗണ്ട് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും 2 പേർ കുറ്റക്കാരാണെന്ന് കണ്ട് അറസ്റ്റ് ചെയ്തതായും അറിയിച്ചു. ഇവരെ മെയ് 29-ന് ഹൈ പ്രയറി കോടതിയിൽ ഹാജരാക്കുമെന്നും അധികൃതർ അറിയിച്ചു. രൂപതയിലെ പരമപ്രധാനപ്പെട്ട ദേവാലയം കത്തിനശിച്ച സംഭവത്തിന്റെ ആഘാതത്തിൽ നിന്ന് താൻ ഇതുവരെ വിമുക്തനായിട്ടില്ലെന്നും രൂപതയ്ക്കുണ്ടായ നഷ്ടം ഒരിക്കലും നികത്താനാവാത്തതാണെന്നും ആർച്ച് ബിഷപ്പ് പ്രസ്താവനയിലൂടെ വെളിപ്പെടുത്തി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.